ഇനി അങ്ങോട്ടുള്ള ഓരോ +2 കുട്ടികളും ശരിക്കും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് മറ്റൊന്നുമല്ല, എൻ്റെ ബാക്കിൽ ഒരു ഗ്രാഫ് ഞാൻ വരച്ചിട്ടുണ്ട്. അത് ഞാൻ വരച്ച ഗ്രാഫല്ല, നമ്മുടെ നിലവിലെ റിസൾട്ട് വെച്ചുകൊണ്ടുള്ളതാണ്. അതായത് ഇവിടെ ഏകദേശം 2010 മുതൽ 2025 വരെയുള്ള റിസൾട്ട് പെർസെൻറ്റേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് 2010, 11, 12 ഒക്കെ പോയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് അത് കുറച്ചും കൂടി മുമ്പുള്ള കാലഘട്ടമല്ലോ എന്ന് വിചാരിക്കുക. എന്നാൽ അവസാനത്തേക്കുള്ള ഒരു 5 വർഷത്തെ റിസൾട്ട് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 85%, ഇവിടെ നിങ്ങൾ 87.94 എന്ന് കാണിക്കുന്നുണ്ടാവും. അത് തൽക്കാലത്തേക്ക് നിങ്ങൾ വിടാം. കാരണം ആ സമയത്ത് ഡബിൾ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കൊറോണ ബാച്ച് എന്നുള്ളത് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ? അവിടെ എങ്ങനെയെങ്കിലും ഒരുപാട് കുട്ടികൾ പഠിക്കാത്ത അല്ലെങ്കിൽ പഠിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ക്വസ്റ്റ്യനിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെയുള്ളതാണ്. ബാക്കി നിങ്ങൾ 5 വർഷത്തെ നിങ്ങൾ എടുത്തു നോക്കുക. ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കും. 83, ഞാൻ പോയിന്റ് പറയുന്നില്ല, 83, 82 ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ 83, 82, 78, 77. അതൊന്ന് ആലോചിച്ചൊക്കെ കുത്തനെ ഒരു ടിപ്പ് സംഭവിക്കുകയാണ്. നേരെ താഴേക്ക് പോവുകയാണ് മക്കൾ. അതായത് ഒരു വർഷമെങ്കിലും ഒന്ന് കൂടുതൽ അല്ലെങ്കിൽ മറ്റൊരു വർഷം കുറവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അത് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആ വർഷത്തിൽ കുറച്ച് ടൈറ്റ് ആയതായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ഇതായിരിക്കും. പക്ഷെ നിരന്തരം ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി വരാൻ, നിരന്തരമായിട്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി വരാൻ. ഇത് ഞാൻ വെറുതെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണിത്. അതായത് ഇനിയുള്ള ഓരോ വർഷങ്ങളിലും എന്തിനാണ് സാറേ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരള ബോർഡ് എക്സാം എഴുതിയ കുട്ടികൾ ഭാവിയിലേക്കുള്ള അല്ലെങ്കിൽ പല കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോഴും അവിടെയൊന്നും കേരള ബോർഡ് എക്സാം എഴുതിയ കുട്ടികൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നില്ല. അപ്പോൾ പലരും പറയുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഫുൾ മാർക്ക് വാങ്ങിയ, ഒരുപാട് A+ വാങ്ങിയ അല്ലെങ്കിൽ പാസ്സായി വരുന്ന ഓരോ കുട്ടികൾക്കും ഗുണനിലവാരമില്ല, അവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റം വളരെ മോശമാണെന്ന്. അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാ ക്ലാസ്സിലേക്കും ഈ ഒരു സംഭവം ഉണ്ട്. ഞാൻ ഇനിയുള്ള +2 കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഒന്ന് പെട്ടുപോകും. ഈ വർഷത്തെ മാത്രം ഒന്ന് എടുത്തു നോക്കുക നിങ്ങൾ. ഈ വർഷത്തെ റിസൾട്ട് വരുന്നത് 77.81 മാത്രമാണ്. അതായത് ഏകദേശം 100 കുട്ടികൾ എക്സാം എഴുതി കഴിഞ്ഞാൽ 23 കുട്ടികളും തോൽക്കുകയാണ്. 23 കുട്ടികൾ തോറ്റു എന്നാണ് അർത്ഥം. അതായത് ഹയർ സ്റ്റഡീസിന് ഇനി അവർക്ക് പഠിക്കാൻ പറ്റില്ല. പിന്നെ അവർ എക്സാം ഒക്കെ എഴുതി, അത് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ. ഇതാണ് നമ്മുടെ കാര്യം. കേട്ടിട്ട് പേടി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പേടിക്കാനും പേടിപ്പിക്കാനും വേണ്ടി പറയുന്നില്ല, നമ്മൾ തുടക്കത്തിലെ ഈ ഒരു സംഭവം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മക്കളെ നമ്മൾ പറയുന്നത്, കേരളത്തിൽ തന്നെ ഏറ്റവും, അതായത് ഈ റിസൾട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, റിസൾട്ട് ഇനി കുത്തനെ ഇടിഞ്ഞാലും നമുക്ക് യാതൊരുവിധ പ്രശ്നവും സംഭവിക്കാൻ പാടില്ല. നിങ്ങൾ 10th നല്ല മാർക്ക് വാങ്ങിയവരായിരിക്കും, +1 കുറച്ചും കൂടി ഒഴുപ്പിപ്പോയി, +1 കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി, +1 ഫെയിലും ഇല്ല ജയവുമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക മക്കളെ? കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ബോർഡ് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ബാച്ച് എന്ന് പറയും. ഇത് വെറുതെ പറയുന്നതല്ല. കാരണം കേരളത്തിൽ ഇപ്രാവശ്യം വെറും 41 കുട്ടികൾക്കാണ് 1200-ൽ 1200 മാർക്ക് ഉണ്ടായത്. വെറും 41. അതായത് 4.5 ലക്ഷം, 5 ലക്ഷത്തിൻ്റെ അടുത്ത് കുട്ടികൾ എക്സാം എഴുതിയിട്ട് അതിൽ വെറും 41 കുട്ടികൾക്ക് മാത്രമാണ് 1200-ൽ 1200 മാർക്ക്, അതായത് ഫുൾ മാർക്ക് കിട്ടിയത്. അതിൽ നമ്മുടേതാണ് 5 പിള്ളേർ. കേരളത്തിൽ 41 ഫുൾ A+ അല്ലട്ടോ പറയുന്നത്, ഫുൾ മാർക്കാണ് പറഞ്ഞത്. ആ ഫുൾ മാർക്കിൽ 5 പേരും നമ്മുടേതാണ്. ആ 5 പേരോട് നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ചോദിക്കാം. നമ്മുടെ കറക്റ്റ് ഷെഡ്യൂൾ, നമ്മൾ കറക്റ്റ് ലൈവ് തരും, നമ്മൾ പറയുന്ന കാര്യം പോലെ പഠിച്ചവരാണ് ഈ 5 പേരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിൽ ആ 41 പേരിൽ ഇവർക്ക് ഇടം നേടാൻ പറ്റി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് നിങ്ങളോട്, കേരളത്തിൽ ഏറ്റവും മികച്ച ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. കാരണം നിങ്ങൾക്കറിയാം, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ആപ്പ് ഉണ്ടെങ്കിൽ അത് എജുപോർട്ടിൻ്റെ ആപ്പാണ്. അതൊരിക്കലും നമ്മൾ വെറുതെ പറയുന്നില്ല, അത് റേറ്റിംഗ് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ എജുപോർട്ട് ആപ്പിൻ്റെ റേറ്റിംഗ് നിങ്ങൾക്കറിയാം. പലർക്കും 4.2 ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും നല്ല ആപ്പാണ്. പക്ഷെ നമുക്ക് 4.5ൻ്റെ മേലേക്കാണ് നമ്മുടെ ആപ്പിൻ്റെ റേറ്റിംഗ് എടുക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകൾ അത്രക്കായിരിക്കും, നമ്മൾ കൊടുക്കുന്ന മോക്ക് ടെസ്റ്റുകൾ, നമ്മുടെ എന്തുകൊണ്ടാണ് ഇവർ ഇത്ര മാർക്കിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെഡ്യൂൾ സിസ്റ്റം തന്നെയാണ്. അതായത് കൃത്യമായിട്ടുള്ള ഷെഡ്യൂളുകൾ നമ്മൾ തരും.
അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും നല്ല അധ്യാപകരുടെ ക്ലാസ്സാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലെ ഇനി കേരളത്തിൽ ഇതുപോലത്തെ അധ്യാപകരെ നിലവിൽ ഇപ്പോഴില്ല, ഇനി ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ നിലവിലില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കേരളത്തിലെ ഏറ്റവും മികച്ച കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് അധ്യാപകരാണ് നമുക്ക് ക്ലാസ് എടുത്തിരുന്നത്. അവരുടെ ക്ലാസ്സുകൾ കൃത്യമായി നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തു തരും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പറയുന്നത്, നമുക്ക് A+കളുടെ എണ്ണം അടുത്ത വർഷം കുറഞ്ഞോട്ടെ, ഫുൾ മാർക്കിൻ്റെ എണ്ണം നമുക്ക് കുറഞ്ഞോട്ടെ, റിസൾട്ട് ഒരുപക്ഷെ കുറഞ്ഞോട്ടെ, പക്ഷെ അതിലൊന്നും, ആ കുറഞ്ഞവരിലൊന്നും നമ്മുടെ മുഖം ഉണ്ടാവില്ല. നമ്മുടെ മുഖം ഇപ്രാവശ്യം 41 ഫുൾ മാർക്ക് കിട്ടിയതുപോലെ ഇനി അടുത്ത വർഷം എത്രയാണോ കിട്ടുന്നത് അതിലൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ എത്തിക്കാനുള്ള ഇപ്രാവശ്യം നമ്മൾ എങ്ങനെയാണ് കൊടുത്തോ അതിലും ഒരുപടി മേലെയായിട്ടാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഷെഡ്യൂളിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. കാരണം ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്. നമ്മൾ സജ്ജരായി കഴിഞ്ഞിരുന്നെന്ന് പറയാം മക്കളെ. ഇനി അടുത്ത ബാച്ച്, നമ്മുടെ സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 11-ാം തീയതിയാണ്. നിങ്ങൾ റെഡി ആയി നിന്നോളൂ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. ബാക്കി നമ്മളുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്ത് തരും. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. അപ്പം നിങ്ങളോട് പറയുന്നത്, ഇനിയൊരു റിസൾട്ട് ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ താഴ്ന്നു വരും. ആ ഗ്രാഫ് താഴ്ന്നു കഴിഞ്ഞാലും നമുക്കൊരു പ്രശ്നമില്ല എന്ന് എജ്യൂപോർട്ടിലെ സൂപ്പർ ബാച്ചിലെ കുട്ടികൾക്ക് പറയാൻ കഴിയും. മക്കളെ, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. ഇത് വെറുതെ ഒരു പാഴ്വാക്കായി മാറരുത്. ഇതിലെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് വരുന്ന അന്ന് നിങ്ങൾ ഖേദിക്കുക തന്നെ ചെയ്യും. ബൈ.